മൈ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രാങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് ചെയ്യുന്ന പോലത്തെ പ്രാങ്ക് അല്ല, ഇന്ന് ഫുഡിൻ്റെ ഓടാണ്. നമ്മൾ അധികം ഒന്നും ആക്കുന്നില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് സിയാമിൻ്റെ ഓടാണ്. സിയാം അന്ന് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ നോക്കി നമുക്ക് കാര്യം ചെയ്യാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ പുതിയ മൈക്ക് വാങ്ങിച്ചിട്ട് ഇതാണ് ഓറിയോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓറിയോൻ്റെ ഉള്ളിലത്തെ ഇതുണ്ടാവും ക്രീം. ക്രീം പോക്കി നമ്മൾ പേസ്റ്റ് ആക്കും. എന്നിട്ട് ഞാൻ സിയാമിനെ വിളിച്ചോണ്ട് വരും. ചിലപ്പോൾ വരും നോക്കി വെപ്പിക്കണം. എന്നിട്ട് നമ്മൾ അവൻ്റെ പറയും നമ്മളൊരു എന്തെങ്കിലും ചലഞ്ചായിട്ടുണ്ടെന്ന്. ആദ്യം കഴിച്ചു കഴിയുന്നവർക്ക് മുട്ടായോ അങ്ങനെ എന്തെങ്കിലും തരാമെന്ന് പറയും. അന്നേരം ഓൻ വരും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിനോ ഓൻ തിന്നതിന് ശേഷം അവർക്ക് മനസ്സിലാവും പേസ്റ്റാണെന്ന്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത്രയ്ക്കില്ലെങ്കിൽ ഓൻ പേടിച്ചിരിക്കും. അത് ബാക്കിയെന്ന് പറയാം. ഞാൻ വിചാരിച്ച് പേടിക്കൊന്നുമില്ലാന്ന്. ഞാൻ വിചാരിച്ചത്ര പേടിച്ചിരിക്കും. വീഡിയോക്കുള്ളതിലാക്കി. എന്നാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എന്നാൽ നമുക്ക് തുടങ്ങാം. അത് തന്നെ ഓറ് പൊളിക്കട്ടെ. പുറത്ത് പോകുന്ന സംശയം. സ്മെല്ലടിക്കുന്നുണ്ട്. അടുത്ത് പൊള്ളിന് വയ്ക്കി. എന്താ ചെയ്യുക, പൊള്ളിനായി. നമുക്കിത് മാറ്റി വെക്കാം. അടുത്തത് നോക്കണം. ഇതാകത്തിന് പൊള്ളിക്കാൻ കൊടുക്കാം. കുട്ടിക്ക് ഉറുമ്പ് വരാണ്ടെന്നാണ്. ഉറുമ്പ് ഏടുണ്ടെങ്കിൽ അവിടെ വരും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ആക്കണം. ഇത് അടിയിലൊക്കെ ഇത് പൊള്ളണല്ലേ. ഞങ്ങൾ കുറേ വിചാരിച്ച് പ്രാങ്ക് ചെയ്യണമെന്ന്. ഇപ്പോഴാണ് ഒന്ന് ഒത്തു കിട്ടിയത് എല്ലാം. പണിയാണ് കുറച്ച്. കഴിഞ്ഞാൽ നമ്മൾ പണിയൊന്നും ആയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. നല്ല ഉറുമ്പാക്കി പേജ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ലെങ്ത് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് ചെയ്യാം. ഇങ്ങനെ എടുക്കാം. ഇത് കളറ് വിചാരിച്ച കളർ തന്നെ ഇട്ടേക്ക്. പേസ്റ്റിൻ്റെ മണം കിട്ടുമെന്ന് സംശയമാണ്. മണം കിട്ടുമോ ചിലപ്പോൾ. കൂടുതലാക്കാം നമുക്ക്. കുറച്ചും കൂടെ നേരമാണോ? പണി ഈസിയാണ്. പെട്ടെന്ന്
ചിലപ്പോ ഓന് ഇതാണ് മറ്റേ ക്രീമാന്ന് വിചാരിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ പെട്ടു. നമുക്ക് എല്ലാം കഴിഞ്ഞ് നോമ്പിടെ എത്തിയാൽ മാത്രം മതി. എത്തിക്കണം നമുക്കൊന്ന് പൊളിക്കാൻ. ഓന് എവിടെ പോയതാന്നാ പറയുന്നത്. ചിലപ്പോൾ ഒന്ന് വരുമെന്ന് സംശയം. അല്ലെങ്കിൽ നമ്മളാക്കി വെച്ചാലും പാളി. ഇതേടെ എടുത്ത് വെക്കുമെന്ന് എനിക്കറിയാം. അത് ഫ്രിഡ്ജിലാട്ടെടുത്ത് വെച്ചിട്ട് ആരും എടുത്ത് തിന്നു. പിന്നെ പണിയാ ഇരിക്കാനുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്തും ചെയ്യാൻ മടിക്കരുത്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് 18 പേര് കണ്ടിട്ട് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ വീട്ടിലെത്തിക്ക്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എൻ്റെ കൂടെ പറഞ്ഞ ഒരു ചലഞ്ചുണ്ട് ഓരോ ബിസ്ക്കറ്റിൻ്റെ. ഞാൻ പറഞ്ഞ് വരുന്നില്ലാന്ന്. അന്നേരം ഞാനൊരു പൊട്ടക്കളി കളിച്ചു പോയി. അന്നേരം ഞാൻ എന്താക്കി, ഫ്രീ ഫയർ കളിക്കാൻ വരുന്നോന്ന് ചോദിച്ച്. അന്നേരം പറഞ്ഞ് വരുന്നില്ലാന്ന്. അതിന് ശേഷം ഞാൻ ചോദിച്ച്, അന്നേരം ഓൻ ചോദിച്ച് ഇത് പ്രാങ്കാണോ? എന്നാൽ ഞാൻ പറഞ്ഞല്ല. അന്നേരം ഓൻ വരുന്നുണ്ട്, കുറച്ച് എനിക്ക് വരാമെന്നാവും പറഞ്ഞേ. അങ്ങനെ പാളൊന്നൊരു പേടി. എന്തായാലും കഷ്ടപ്പെട്ട് ചെയ്യണല്ലേ, അന്നത്തോടെ എന്തെങ്കിലും കിട്ടാണ്ടിരിക്കുക. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ കാട്ടിയോ നല്ല വൃത്തിക്ക് ചെയ്യണമെന്നുണ്ട്. എന്നാ വീഡിയോ വൃത്തിക്കെല്ലാം ചെയ്യുന്നക്ക് അതിനെക്കാട്ടിയും കുറച്ച് വൃത്തിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്കോ. ഞാൻ സിയാമാടെ വന്നിരിക്കുന്നുണ്ട്. ഒരു ചലഞ്ച് കൂടി പറഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത്. നമുക്ക് ബിസ്ക്കറ്റ് ഞാനെടുത്ത് കൊടുക്കൂ. എന്നിട്ട് സിയാമിന് കൊടുക്കുക. മുഹമ്മദുണ്ട് ഓനിക്കൊരു ധൈര്യത്തിന്. ഓൻ വിചാരിച്ച് പ്രാങ്കിനാട്ടാന്ന്. അതായിട്ട് മുഹമ്മദ് ഉണ്ടെങ്കിൽ ഓനിക്കും കിട്ടുമല്ലോ. അതായിട്ട് മുഹമ്മദും വരുന്നുണ്ട്. നമുക്ക് നോക്കണം. നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ചലഞ്ച് തുടങ്ങാൻ പോകുന്നതാണ്. നമ്മൾ 3 ആളുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് നമുക്ക് തിന്നാൻ പോകുന്നതാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ. മൈക്കൂട്ടണ്ടേ? അങ്ങനത്തെ പ്രാങ്ക് വിചാരിച്ചിരിക്കുന്നു. എല്ലാ പ്രാവശ്യവും ഞാനെല്ലാണ് കിട്ടല്. അങ്ങനെ നമ്മൾ ഞാൻ പ്രാങ്ക് ചെയ്തു. ഇന്നലെയാണ് പ്രാങ്കിന്. ഇന്നലെ വൈകുന്നേരം ഞാൻ ചലഞ്ച് വീഡിയോ ഇടുന്നാണ് പറഞ്ഞിട്ട് വന്നത്. അന്നേരം ചലഞ്ച് ഓനാദ്യം എന്നോട് ചോദിച്ചിട്ട് നീ പ്രാങ്കാണോ അങ്ങനെയല്ലോ. ഞാനാദ്യം ചോദിച്ച് ഒരു ചലഞ്ച് വീഡിയോ എടുക്കാനുണ്ടെന്ന്. ഓൻ പറഞ്ഞ് വരുന്നില്ലാന്ന്. അന്നേരം ഞാൻ പറഞ്ഞ് നമുക്ക് ഫ്രീ ഫയർ കളിക്കാമെന്ന്. അന്നേരം എനിക്ക് മനസ്സിലായി. അത് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് എടുത്തിട്ട് ഞാനല്ല ബിസ്ക്കറ്റ് എടുത്തു കൊടുത്തേ. ഞാനെന്താക്കി, ഞാനിങ്ങനെയൊക്കെ മൈക്ക് റെഡിയാക്കുന്നതിനുണ്ട് ഓലെടുത്ത് എടുക്കുന്നത്. അന്നേരം താനെ എടുത്തതാണ്. പിന്നെ മതിയായിരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് വിചാരിച്ച പോലെ. ഞാൻ വിചാരിച്ച കഴിഞ്ഞ നല്ലോണം എടുക്കാൻ എനിക്ക് ചെറുങ്ങനല്ലോ. ഇത് ശീലായി വരുത്തേക്കും. എന്നാലും കുഴപ്പമില്ലാത്ത വീഡിയോ ആണ്.
എന്നാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.